ഇന്നെന്താ പരിപാടി കുഞ്ഞു? ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യാ? ഇന്നത്തെ വീഡിയോ ഒന്നല്ല, സാരി പ്രീ പ്ലീറ്റ്. ഞങ്ങളുടെ അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് എടുത്തോണ്ട് വേണം. ഞാൻ മിക്കവാറും ഫംഗ്ഷന് പോകുമ്പോൾ ഇതാ ചെയ്യാറ്. നമുക്ക് അന്ന് തന്നെ ഈ സാരി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ശരിയായി വരില്ല. അന്നത്തെ ദിവസത്തെ മൂഡ് പോകും സാരി ശരിയായാലും. അപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യണ പരിപാടി പുറത്താണ് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഞാൻ തന്നെ പഠിച്ചു ചിലവ് തന്നപ്പോൾ. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കാര്യം. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. അപ്പം നമുക്ക് ബോക്സ് പ്ലീറ്റിങ്ങിന് നമ്മൾ ടേബിളിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കട്ടിയുള്ള ഷീറ്റ് വിരിക്കുക, അല്ല നിങ്ങൾക്ക് ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് ഫ്ലീറ്റ് എടുക്കുക. ഫ്ലീറ്റ് എടുക്കുമ്പോൾ മുന്താണിയുടെ സൈഡ് നിങ്ങൾ എങ്ങനെയാണോ ഫ്ലീറ്റ് എടുക്കുന്നത് ആ രീതിക്ക് എടുക്കാം. ഞാൻ എടുക്കുന്നത് ആദ്യത്തെ ഫ്ലീറ്റ് ഒന്ന് വിട്ട് നിൽക്കുന്ന പോലെ എടുത്തിട്ട് ബാക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന പോലെ ആയിരിക്കും ഞാൻ എടുക്കുക കേട്ടോ. കാരണം അതാകുമ്പോൾ നമ്മൾ ഈ അയൺ ചെയ്തൊക്കെ കഴിയുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. ചില സാരിക്ക് ഇപ്പോൾ ഉള്ളിൽ നൂല് വലിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഈ സാരി അങ്ങനെയാണ്. ആ ഡിസൈൻ്റെ ഇത് ഉള്ളിൽ നൂലിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തേക്കും. അപ്പോൾ ആ ഫ്ലീറ്റൊക്കെ സെയിം സൈസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബാക്കിലിടുമ്പോൾ ഒരു വൃത്തിയുണ്ടാവും. അപ്പോൾ അത് അകത്തേക്ക് കയറ്റിയിട്ട് ലാസ്റ്റ് ഫ്ലീറ്റും ചെറുതാക്കി എടുത്തതിന് ശേഷം ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് നിൽക്കും അയൺ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ നമ്മൾ എടുക്കേണ്ടത് മെഷർമെൻ്റാണ്. നമ്മൾ സാധാരണ സാരി എങ്ങനെയാണോ ഉടുക്കുന്നത് അതുപോലെ ഉടുത്ത് നോക്കിയിട്ട് നമ്മൾ എവിടെ നിന്നാണോ ഫ്ലീറ്റ് എടുത്ത് തുടങ്ങുക അപ്പോൾ അതൊക്കെ ഒന്ന് പിന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. സാരി സാധാരണ ഉടുക്കണ പോലെ ഉടുത്തിട്ട് നമ്മുടെ ബെല്ലി ബട്ടൻ്റെ അവിടെ വെച്ചിട്ട് പിന്ന് കുത്തുക. നമ്മൾ എവിടെ നിന്നാണോ ഫ്ലീറ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ പിന്ന് കുത്തിയിട്ട് ഞാനിപ്പോൾ കൂട്ടി പിന്ന് കുത്തുന്നുണ്ട്. അതായത് അവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ചുറ്റി എടുത്തിട്ട് നമ്മൾ മുന്താണി എവിടെയാണോ പിൻ ചെയ്യുക അതും ഒന്ന് മെഷർമെൻ്റ് എടുത്ത് നോക്കിയിട്ട് അവിടെ പിന്ന് കുത്തുക. അതിന് ശേഷം നമ്മൾ സാധാരണ പോലെ ചുറ്റിയെടുക്കുക. അകത്തേക്ക് വെച്ചിട്ട് പിന്ന് കുത്തില്ലേ, അവിടെ ഒരു പിന്ന് കുത്തിയതിന് ശേഷം കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം അടുത്ത പിന്ന് കുത്താൻ. നമ്മൾ ഫ്ലീറ്റ് എടുത്ത് നിർത്തില്ലേ, കാരണം അകത്തേക്ക് കുറച്ച് സ്ഥലം പോകുമല്ലോ. ഇതും കഴിഞ്ഞിട്ട് വേണം അടുത്ത പിന്ന് കുത്തി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ കുത്തുന്ന പിന്നും നമ്മൾ ആദ്യം ബെല്ലി ബട്ടൻ്റെ സൈഡിലൊരു പിന്ന് കുത്തിയില്ല, അതിൻ്റെയും ഇതിൻ്റെയും ഇടയ്ക്കായിരിക്കും നമ്മുടെ അപ്പോൾ ഫ്രണ്ട് ഫ്ലീറ്റ് വരിക. അപ്പോൾ നമ്മുടെ മെഷർമെൻ്റൊക്കെ ഇത്രയാണ്. ഇത്രയും പിന്ന് കുത്തി എടുക്കുക. മെയിൻ ഫ്ലീറ്റ് എടുക്കുന്ന സ്ഥലമാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത മുന്താണിയുടെ സൈഡൊക്കെ ഒന്ന് പിടിച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഓരോ ഫ്ലീറ്റായിട്ട് സെക്യൂർഡ് ആണോ, എങ്ങനെയാണ് നല്ല രീതിക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കി പിടിച്ച് സൈഡിലൊരു ക്ലിപ്പ് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ടൈറ്റായിട്ടിരിക്കുമ്പോൾ വലിച്ച് ഓരോന്നായിട്ട് റെഡിയാക്കി വെക്കാൻ പറ്റും. അതിനുശേഷം ആ മുന്താണിയുടെ അത്രയും നീളത്തിന് ഇടയ്ക്കിടയ്ക്ക് പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ല നീറ്റായിട്ടും ഇരിക്കാനും വിട്ടുപോകാണ്ടിരിക്കാനാണ് നമ്മൾ ഈ പിന്ന് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഈ മുന്താണിയുടെ ഭാഗം നല്ലപോലെ തന്നെ അയൺ ചെയ്യണം, മറിച്ചും തിരിച്ചു വിട്ട് അയൺ ചെയ്യണം കേട്ടോ. അപ്പോൾ താഴത്തെ ഫ്ലീറ്റും നല്ല ഇതായിട്ട് ഇരിക്കും. അതിന് ശേഷം ചെസ്റ്റ് ഭാഗത്തുള്ള ഫ്ലീറ്റ് ഒന്ന് വിരിച്ച് വെച്ചിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് നമ്മുടെ സൈസിനനുസരിച്ച് വിരിച്ച് വെച്ചിട്ട് ബാക്കി അതും കൂടെ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് മുകളിലായിട്ട് ഞാൻ ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്തിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ സെൻറ്റർ ഫ്ലീറ്റാണ്. സെൻറ്റർ ഫ്ലീറ്റിന് ഇതുപോലെ നമ്മുടെ രീതിക്ക് എടുത്ത് എത്ര ഫ്ലീറ്റ് വേണോ ആ ഒരു രീതിക്ക് എത്ര കട്ടിക്കാണോ നമ്മൾ എടുക്കുന്നത് അത് ചെയ്തിട്ട് ഇതുപോലെ ക്ലിപ്പ് കുത്തി ടൈറ്റാക്കി നമ്മൾ ഇതും ഓരോന്നായിട്ട് പിടിക്കാം. ഇത് കുറച്ച് ഒന്നിന് മുകളിൽ അടുക്കി വെക്കാതെ കുറച്ചിങ്ങനെ വിട്ട് വെച്ചിട്ട് അയൺ ചെയ്താൽ നല്ല ഭംഗിക്ക് ഇരിക്കും. ഇതിനും ഇടയ്ക്കിടയ്ക്ക് പിന്നുകുത്തി കൊടുക്കുക. നമ്മൾ വിട്ടു പോകാതിരിക്കാനാട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിന്നുകുത്തി കൊടുക്കുന്നത്. അതാകുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെ നമ്മൾ ഉടുക്കുന്ന നേരത്ത് നമുക്ക് ആവശ്യമുള്ള പിന്ന് മാത്രം മുകളിൽ കുത്തിയാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് ഇളക്കി കളയാം. അയൺ ചെയ്യുമ്പോൾ തന്നെ അത് നല്ല വൃത്തിക്ക് ഇരുന്നോളും. പിന്നെ മറിച്ചിട്ടിട്ട് ഉള്ളിലത് അയൺ ചെയ്യുക. ഞാൻ എടുത്തതിൽ അത്ര വൃത്തിയായിട്ടില്ല. ഇപ്രാവശ്യം നല്ല ധൃതിക്കാട്ടോ ചെയ്തത്. നൈറ്റായിരുന്നു ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിൽ പോയിട്ട് വന്നിട്ട്. അപ്പോൾ മറിച്ചിട്ട് അകത്ത് തേക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന ഭാഗത്ത് നല്ല ഫ്ലാറ്റായിട്ട് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ബോക്സ് ഫോൾഡിംഗ് ആണ്. ഇത് ഫോൾഡ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് 1-2 ദിവസം മുമ്പ് വരെയും ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യണത്. അതല്ലാന്നുണ്ടെങ്കിൽ ഹാങ്ങറിൽ തൂക്കിയിടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം മടക്കി വെച്ച് അകത്തെ പാർട്ട് ഞാൻ ഒന്ന് ഓടിച്ച് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് ഓരോന്നായിട്ട് മടക്കി സിക്സാഗായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ ചെസ്റ്റ് പാർട്ട് വയ്ക്കുക. ഈ ചെസ്റ്റ് പാർട്ട് വെക്കണതിന് മുന്നിട്ട് പുറത്തുള്ള ഭാഗമല്ലേ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കാണ് ഈ ചെസ്റ്റിൻ്റെ ഭാഗം വെക്കേണ്ടത്. ചെസ്റ്റിൻ്റെ ഭാഗം വെച്ച് കൊടുക്കുമ്പോൾ ഓരോ ഫ്ലീറ്റും നമ്മളെടുത്തത് നല്ല നീറ്റായിട്ടാണോ വരുന്നതെന്ന് നോക്കി ഇതുപോലെ മടക്കിയിട്ട് ബാക്കി മുന്താണിയുടെ ഭാഗം ഇതുപോലെ മടക്കി നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോക്സ് ഫ്ലീറ്റിങ്ങിൻ്റെ കാര്യം. നല്ല എളുപ്പമാണ്, ട്രൈ ചെയ്ത് നോക്കണേ. സോ എൻ്റെ രീതിക്കാണ് ഞാൻ ചെയ്തത്.
ഞാനൊരിക്കലും പ്രൊഫഷണൽ അല്ല. നമുക്ക് ഫ്ലീറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല, എത്ര കൊടുക്കാന്ന് പറഞ്ഞാലും എന്തെങ്കിലും ധൃതിക്കാണെങ്കിൽ ചിലപ്പോൾ ശരിയാവില്ല, അത് പ്രത്യേകിച്ച് ഫംഗ്ഷന് പോകുമ്പോൾ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ താങ്ക് യു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ ഇതിൻ്റെ റിസൾട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ. അപ്പോൾ ബൈ.